നമ്മുടെയൊക്കെ കുടുംബം നല്ല രീതിയിൽ ഒരു ചിട്ടയോടെ മുന്നോട്ടു പോകാൻ എന്തായിരിക്കും ഏറ്റവും പ്രധാനം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പലരും പല കാര്യങ്ങൾ പറയല്ലേ, പക്ഷേ ഇതിന്റെയൊക്കെ യഥാർത്ഥ രഹസ്യം നമ്മൾ വിചാരിക്കുന്നതിൽ എത്രയോ സിമ്പിളായിരിക്കും. ഒരു കുടുംബത്തിന്റെ അടിത്തറ ശരിക്കും എങ്ങനെയാണ് ഉറപ്പിക്കേണ്ടത്? അതിനുള്ളൊരു ബ്ലൂ പ്രിന്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ തുടങ്ങാം. ഈ വിഷയത്തിലേക്ക് കഴിക്കുമ്പോൾ നമുക്ക് വഴികാട്ടിയാവുന്നത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഒരു ചിന്തയാണ്. അദ്ദേഹം എന്താ പറയുന്നതെന്നോ, ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ടു പോകണമെങ്കിൽ അതിന്റെ ശരിയായ തുടക്കം ആ വീട്ടിലെ സ്ത്രീയെ ശാക്തീകരിക്കുന്നതിലൂടെയാണ്. കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നാം അല്ലേ? പക്ഷേ ഇതിന്റെ അർത്ഥം അത് വളരെ ആഴമുള്ളതാണ്. എന്താണ് അദ്ദേഹം ഇതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. അപ്പോ ഒരു കുടുംബത്തിൽ സ്ത്രീയുടെ യഥാർത്ഥ റോൾ എന്താണ്? ശരിക്കും എന്താണ് അവരുടെ സ്ഥാനം? നമുക്ക് ഈ ആശയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക്, അതായത് വീടിന്റെ ഹൃദയം എന്നതിലേക്ക് കടക്കാം. ഇവിടെയാണ് ഗൃഹലക്ഷ്മി എന്ന വാക്കിന് വലിയ പ്രസക്തി വരുന്നത്. ഇത് വെറും ഒരു പേരല്ല കേട്ടോ, ഔദാര്യത്തിന്റെയും അച്ചടക്കത്തിന്റെയുമൊക്കെ ഒരു പ്രതീകമാണത്. ശരിക്കു പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം കൊണ്ട് ഒരു ചെറിയ കുടിലിനെ പോലും സ്വർഗമാക്കി മാറ്റാൻ കഴിയും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ പറയുന്നത് വെറും വീട്ടുജോലിയുടെ കാര്യമല്ല. അതിനുമപ്പുറം ഒരു വീടിന് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, ആ മൂല്യങ്ങൾ, അതിനെക്കുറിച്ചാണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഈ ഒരു കഴിവ് പൂർണ്ണമായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവിടെയാണ് ചില പ്രശ്നങ്ങൾ. ചില പഴയ ചിന്താഗതികൾ ഒരു ചങ്ങല പോലെ നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. ആ ചങ്ങലകൾ എങ്ങനെ പൊട്ടിക്കാം? അതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. ഇതൊരു സംശയവുമില്ലാതെ ഉറപ്പിച്ചു പറയേണ്ട ഒരു കാര്യമാണ്. 21-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് സ്ത്രീ ശക്തിയുടേതാണ്. കാലം കഴിഞ്ഞ ആ പഴയ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റിവെച്ച് ഈ സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇതിപ്പോ നമുക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഓപ്ഷനല്ല. ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. ഈ രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസമൊന്നു നോക്കിയേ. ഒരിടത്ത് സ്ത്രീയെ വെറുമൊരു ജോലിക്കാരിയായി മാത്രം കാണുന്ന ആ പഴയ ചിന്താഗതി. എന്നാൽ മറ്റേ ഭാഗത്തോ അവളിലുള്ള കഴിവിനെയും ആ ഒരു ദൈവികമായ ശക്തിയെയും തിരിച്ചറിയുന്ന പുതിയ കാലം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴാണോ നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നത്, അപ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ ഭാവിയും മാറും. ഓക്കെ, അപ്പൊ പ്രശ്നം എന്താന്ന് നമുക്ക് വ്യക്തമായി. പക്ഷേ വെറുതെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ? പോരല്ലോ, ഇതിനൊരു പരിഹാരവുമുണ്ട്. അതാണ് കൂട്ടായ്മയുടെ ശക്തി. ഈ മാറ്റം എങ്ങനെയാണ് പ്രായോഗികമാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ശാക്തീകരണത്തിന് 3 സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പ് 1, മാറ്റം തുടങ്ങേണ്ടത് മറ്റെവിടെയുമല്ല, നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നാണ്. ഇനി സ്റ്റെപ്പ് 2, സ്ത്രീകളെ സാമ്പത്തികമായും മാനസികമായും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക, അതായത് അവരിൽ സ്വാശ്രയത്വം വളർത്തുക. പിന്നെ 3-മതായി ഈ വാരസത്സംഗങ്ങൾ പോലെയുള്ള കൂട്ടായ്മകളിലൂടെ അവരെ സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോ കണ്ടില്ലേ, ഇത് ഒരാളിൽ നിന്ന് തുടങ്ങി ഒരു സമൂഹത്തിലേക്ക് മുഴുവൻ പടരുന്ന ഒരു വലിയ മാറ്റമാണ്. അപ്പോ ഈ ശാക്തീകരണത്തിന്റെയൊക്കെ അവസാന ലക്ഷ്യമെന്തായിരിക്കും? വെറുമൊരു വ്യക്തിപരമായ മാറ്റം മതിയോ? പോരാ. നമ്മുടെ സമൂഹത്തിൽ അങ്ങ് ആഴത്തിൽ വേരുപിടിച്ച ചില തെറ്റായ ആചാരങ്ങളെ തന്നെ പൊളിച്ചെഴുതണം. അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്, ആചാരങ്ങളിലെ വിപ്ലവം. ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം എവിടെ നിന്നായിരിക്കും? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നിടത്തുനിന്നായിരിക്കില്ല ഉത്തരം വരുന്നത്. എപ്പോഴാണോ നമ്മുടെ കല്യാണങ്ങള് ഈ വലിയ ആർഭാടമൊക്കെ വിട്ട് ലളിതമായ കുടുംബാഘോഷങ്ങളായി മാറുന്നത്, ആ നിമിഷമാണ് ഒരു പുതിയ യുഗത്തിന് ശരിക്കും തുടക്കമാവുന്നത്. കാരണം എന്താണെന്നോ, സമൂഹത്തിലെ രീതികൾ മാറുമ്പോഴാണ് യഥാർത്ഥ പുരോഗതിയുണ്ടാവുന്നത്. അതുതന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ അടയാളവും. അപ്പോ എന്താണ് വിവാഹത്തെക്കുറിച്ചുള്ള ഈ പുതിയ വിഷൻ? സിമ്പിളാണ്. അതായത് കല്യാണം ഒരു ലളിതമായ കുടുംബ ഒത്തുചേരലാവണം. പിന്നെ ഈ ആവശ്യമില്ലാത്ത ധൂർത്തിനും പൊങ്ങച്ചത്തിനുമൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീധനം എന്ന ആ സാമൂഹിക വിപത്തിന് നമ്മൾ പൂർണ്ണമായും ഇല്ലാതാക്കണം. ഇതൊക്കെയാണ് നല്ലൊരു സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞു തീരുമ്പോൾ ഒരൊറ്റ ചോദ്യം ബാക്കിയുണ്ട്. ആ ചോദ്യം എന്നോടല്ല, ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുമാണ്. നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ ഒരു മാറ്റത്തിനായി ഇന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന ആ ചെറിയ വിപ്ലവം എന്തായിരിക്കും? ഒന്നാലോചിച്ചു നോക്കൂ. കാരണം ഓർക്കുക, ലോകത്തിലെ എല്ലാ വലിയ മാറ്റങ്ങളും തുടങ്ങുന്നത് അങ്ങനെയുള്ള ചെറിയ ചെറിയ ചുവടുകളിൽ നിന്നാണ്.